ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഫിഷ് പൊള്ളിച്ചതും കരിമീൻ പൊള്ളിച്ചതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ചിക്കൻ പൊള്ളിച്ചതും കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിൽ ഇത് നല്ല വെറൈറ്റി ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പം ഞാനിപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത പറമ്പിൽ നിന്ന് വാഴയില പറിക്കാൻ പോകണം. അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മേളിൽ നിന്ന് പറിച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് വാഴയില പറിക്കാൻ പോകാം. ഓക്കെ, ഭയങ്കര വെയിലാണ് കേട്ടോ. അത് നമ്മുടെ ടെറസാണിത്. ഇവിടെ നിന്ന് ഇതാ അതാണ് നമ്മുടെ വാഴത്തോട്ടം. ഞാൻ അവിടേക്ക് ചാടി പറിക്കാൻ പോവാണ്. വല്ലവരും കണ്ട്, ഇത് അറിയാത്തവരും എല്ലാം കണ്ട് എന്നെ കള്ളിന്ന് വിളിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ചാടാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ കണ്ടില്ല എന്നെ അന്വേഷിക്കണം. ഓക്കെ, ഞാൻ ചാടുവാണേ. ഒരു വാഴയില കിട്ടിയിട്ടുണ്ട്, ഒന്നുകൂടെ പറിച്ചേക്കാം. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓടിക്കോ. ഞാൻ വാഴയില പറിച്ചിട്ടുണ്ട് കേട്ടോ. ഹട്ടമൊന്നുമല്ല, കള്ളിയിൽ നിന്ന് കാനും വിളിച്ചല്ല, കീറിക്കളയില്ല. അപ്പുറത്തെ ചേട്ടൻ കണ്ടോന്നൊരു സംശയമുണ്ട്. അപ്പം നമ്മൾക്ക് കിച്ചണിലേക്ക് പോകാം. വാ. ഹലോ, പുതിയ ആളാണല്ലേ? എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, ഇതേ നമ്മൾ വാഴയിലെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ചിക്കൻ പൊള്ളിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലെഗ് പീസ് എടുത്തേക്കുന്നത് കേട്ടോ, എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ മസാലയൊക്കെ ഇതിനുള്ളിലൊന്ന് പിടിക്കാനാണ് കേട്ടോ. 2 സൈഡും വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ്. 1/4 സ്പൂണ് വേണമെങ്കിലും ചേർത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഒരു 2-3 നുള്ള് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് കേട്ടോ. ഇതൊരു പൊടിക്ക് മതി, ഒരു 1/4 സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ് കേട്ടോ. ഇത് ഒരു 1/2 സ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഒരു സ്പൂണ് കർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 1-1.5 സ്പൂണോളം യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്കിപ്പം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പം ഉടനെ ഉണ്ടാക്കും. അതായത് ഞാനൊരു 20 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 1.5, 2 മണിക്കൂറൊക്കെ വെക്കാം. എത്ര മണിക്കൂർ വെച്ചാലും ടേസ്റ്റ് കൂടും കേട്ടോ. ഉടനെ ഉണ്ടാക്കണ്ട, എന്തായാലും ഒരു മിനിമം 20 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ, അങ്ങനെ നമ്മുടെ സാധാരണ ചിക്കൻ ഫ്രൈ ഇല്ലേ അതുപോലെ അത്രയും അങ്ങ് ആക്കണ്ട കേട്ടോ. ചെറിയ ഷാലോ ഫ്രൈ മതി. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജിയർ കാണിച്ചു തരാം. ഓക്കെ, ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. ഞാൻ എടുത്തേക്കുന്നത് 2 സവാളയാണ്. ഇത്
ചെറിയ പീസസ് ആക്കിയിട്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് വെക്കണം. പിന്നെ ഇത്രയുള്ളൊരു ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് ഭയങ്കര എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവില്ലാത്തതാണ് 2 3 എടുക്കാം കേട്ടോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇനി അരിഞ്ഞെടുത്ത് വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ തിളച്ച് നോക്കാനായിട്ട് നമുക്കൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മസാല ബാക്കിയുള്ളത് വേസ്റ്റ് ആക്കണ്ട, ചിക്കനെ തന്നെ തേച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ, മറക്കരുത്. ഓക്കെ, നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കൂടെ മൂക്കട്ടെ. ആ സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്ന ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. എന്താ നമ്മുടെ മറ്റേ സൈഡൂടെ ആയിട്ടുണ്ട്. ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കട്ടെ. ഓക്കെ, മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യമേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ചെറുതിലായിട്ടേക്കുന്നത് കേട്ടോ, മറക്കരുത്. പിന്നെ നമ്മൾക്ക് ഇതിൽ തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ സവാള വേഗം വാടിക്കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ചേർക്കുന്നത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ 1/2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് 1/2 സ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടുത്ത നമ്മൾ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട, കാരണം നല്ല എരിവ്. ഞാനിപ്പോൾ ആദ്യമേ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു എരിവുള്ള മുളക് പൊടി ചേർത്തായിരുന്നു. പിന്നെ നല്ല എരിവുള്ളൊരു പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇനി മുളക് ചേർത്താൽ ഭയങ്കര എരിവായി പോകും. നിങ്ങളുടെ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ ഇതിൽ മാറ്റം വരുത്തണം കേട്ടോ. ഞാനിപ്പം കാശ്മീരി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ റോ സ്മെല്ല് കംപ്ലീറ്റ് മാറട്ടെ. ഇനി നമുക്ക് ഫൈനലായിട്ട് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പഴുത്ത പുളിയുള്ള ടൊമാറ്റോ ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് വാടട്ടെ കേട്ടോ. 2 മിനിറ്റ് നന്നായിട്ട് കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്തിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ചിക്കനകത്തിട്ടേ കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കൂടി പോകരുത് കേട്ടോ. അടച്ചിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് തക്കാളി എല്ലാം ഒന്ന് ചേരട്ടെ കേട്ടോ.
നമുക്കിനി തുറന്ന് നോക്കാവേ. ഇതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ല ഈവൻ ആവട്ടെ, നല്ല ടേസ്റ്റ് എല്ലാം നല്ല പെർഫെക്റ്റായി വരട്ടെ. മസാലയുടെയും ഫ്രൈ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരട്ടെ. ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാൻ ചേർക്കുന്ന കോക്കനട്ട് മിൽക്കാണ്, തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പ്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഈവൻ ആയിട്ട് വരും, നല്ല ഒരു എല്ലാം നന്നായിട്ട് ചേർന്നൊരു പെർഫെക്റ്റ് ടേസ്റ്റ് വരും. അത് മാത്രമല്ല, കോക്കനട്ട് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചൊരു വേറെ ലെവലാക്കും. അപ്പോൾ ഇതും ഇതിനകത്ത് കിടന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്, നല്ല ഈവനായി വന്നിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നോക്കുക കേട്ടോ, ഉപ്പും എല്ലാം പുളി എല്ലാം ഉണ്ടോ എന്ന് നോക്കണേ. എനിക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഉണ്ടാകൂട്ടോ. ഓക്കെ, എല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പ്രധാന പാർട്ട് ചെയ്യാം, വാഴയിലയിൽ വെക്കാം. അതിന് വേണ്ടി നമുക്ക് വാഴയില പൊള്ളിക്കാം. ഈ ഒരു പാകം ഉണ്ടല്ലോ, ഇത് ചെത്തി മാറ്റണം കേട്ടോ. അപ്പം നല്ല നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ പറ്റുള്ളൂ. മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊള്ളിക്കാം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇല ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. അതിനുള്ളിൽ വെക്കാനായിട്ടാണ് ഒരില കൂടി എടുത്തിട്ടുണ്ട്. ഒരുറപ്പിന് വേണ്ടിയിട്ട് പൊട്ടിപ്പോകുവാണെങ്കിലേ. അപ്പം അകത്തൊരു ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 2 തൂഷണിലയും 2 അകത്ത് വെക്കാനുള്ള ഇലയാണ് വാട്ടിയെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതും വാടിയിട്ടുണ്ട്. ബാക്കിയല്ലേ ഇവിടെ ഞാനൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തൂഷണിലയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലേക്ക് ഒരില കൂടെ വെറുതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മസാല ഒന്ന് നടുവിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മസാല കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, 2 ഇലയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിച്ച് ചെയ്യുന്നില്ല, കൊണ്ട് കുറച്ച് മസാല വെച്ചേക്കണേ. കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പൊതി. അതിന് മുമ്പ് നമുക്ക് കെട്ടാനായിട്ട് വള്ളി വേണ്ട. അതിന് ഞാൻ അതിൻ്റെ പുറകിൽ നിന്ന് ഒടിച്ചെടുത്ത വള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ പൊതിഞ്ഞ് വെച്ചാലും മതി, അഴിഞ്ഞൊന്നും പോകത്തില്ല. നമ്മൾ 2 ഇല വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാം. ഇങ്ങോട്ടും പൊതിഞ്ഞ് കൊടുക്കാം. ഇത് ബാക്കിലോട്ടും വിടാം. ഇതിനെ ഇങ്ങോട്ടും എടുക്കുക. എന്നിട്ട് നമുക്ക് ആ വള്ളി വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ, അഴിഞ്ഞു പോകാതിരിക്കാൻ ചെറിയൊരു ഉറപ്പിന് വേണ്ടി. ഇനി മറ്റേ ഇല കൂടെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയോ സവാളയൊക്കെ സ്ലൈസസ് ആക്കിയിട്ട് മുകളിലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഞാൻ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ടിത് ഒന്ന് ചൂടായി വരട്ടെ.
ഓക്കെ, തവ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ വാഴയിൽ പൊതിഞ്ഞത് വെച്ച് കൊടുക്കാം. ഇട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു അടപ്പ് വെച്ചൊന്ന് അമക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അമങ്ങിയിരിക്കണം. അതായത് ഒരു വെയിറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കണം. അതിനുവേണ്ടി മാത്രം ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തീ ഏറ്റവും സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് നന്നായിട്ട് വാടട്ടെ. ഇതാ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ഒന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്തിട്ട് ഈ നൂലൊക്കെ മാറ്റി നമുക്കത് തുറന്ന് നോക്കാതെ. ഓക്കെ, ഞാനത് എടുക്കുവാണേ. ചൂടുണ്ട് ചെറുതായിട്ട്. വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാ ഞാനിത് അഴിക്കുവാണേ. നല്ല വാഴയിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കൊതി വരുന്നു. നല്ല ചൂടാണേ. ഞാൻ ഇച്ചിരി തണുക്കട്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ക്ഷമയ്ക്ക് കൈകൊണ്ട് എടുക്കാൻ നോക്കിയിട്ടേ ഭയങ്കര ചൂട്. അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മസാല എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. എരിവും ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പൊളിച്ചത്. ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ല. ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇത് കൂട്ടി വേണം കഴിക്കാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോട്ടെ. ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.